യെല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗർ, അതായത് പഴയ ഔറംഗാബാദ് ജില്ലയിലാണ് യെല്ലോറ കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. നഗരമധ്യത്തിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി വെരുൾ എന്ന ഗ്രാമത്തിനടുത്തുള്ള ചരൻദാരി കുന്നുകളിലാണ് ഈ ഗുഹകൾ കൊത്തിയെടുത്തിരിക്കുന്നത്. യെല്ലോറ ഗുഹകൾ ഒരു പ്രത്യേക വ്യക്തിയോ രാജാവോ ഒറ്റ കാലയളവിൽ നിർമ്മിച്ചതല്ല. AD 6-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന വിവിധ രാജവംശങ്ങളുടെ സംരക്ഷണയിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടത്. അതിൽ പ്രധാനമാണ് രാഷ്ട്രകൂട രാജവംശം. യെല്ലോറയിലെ ഏറ്റവും പ്രശസ്തമായ കേവ്, അതായത് 16-ാം നമ്പർ കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ചത് രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നാമൻ്റെ ഭരണകാലത്താണ്. കളജുരി, യാദവ, ചാലൂക്യ രാജവംശങ്ങളും ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഹിന്ദു, ബുദ്ധ, ജൈന ഗുഹകളുടെ നിർമ്മാണത്തിന് ഇവരാണ് സംഭാവന നൽകിയത്. യെല്ലോറയിൽ ആകെ 100-ലധികം ഗുഹകളാണ് ഉള്ളത് എങ്കിലും 34 പ്രധാന ഗുഹകളാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇവ 3 പ്രധാന മതങ്ങളുടെ സംഗമസ്ഥാനമാണ്. ഒന്നാമത്തത് ബുദ്ധമത ഗുഹകളാണ്, അതായത് 1 മുതൽ 12 വരെയുള്ള കേവ്സ് ഗുഹകൾ AD 600-നും 730-നും കാലഘട്ടത്തിൽ ഇടയിൽ നിർമ്മിച്ചതാണ്. ഇത് വിഹാരങ്ങളും പ്രാർത്ഥനാ മന്ദിരങ്ങളും, അതായത് ചൈത്യങ്ങളുമാണ്. കേവ് നമ്പർ 10, അതായത് വിശ്വകർമ്മ ഗുഹ, ഇതിൽ പ്രശസ്തമാണ്. രണ്ടാമത്തത് ഹിന്ദുമത ഗുഹകളാണ്, അതായത് കേവ്സ് ഗുഹകൾ 13 മുതൽ 29 വരെ ഹിന്ദുമത ഗുഹകളാണ്. AD 600-നും 870-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഇവ. ഇതിലെ ഏറ്റവും പ്രധാനമുള്ളത് കേവ്സ് നമ്പർ 16 കൈലാസ ക്ഷേത്രമാണ്. പിന്നെയുള്ള ജൈന ഗുഹകളാണ്. AD 800-നും 1000-നും ഇടയിൽ നിർമ്മിച്ചവയാണ് ഈ ജൈന മതഗുഹകൾ, അതായത് ഇന്ദ്രസഭ കേവ്സ് നമ്പർ 32-ലൊക്കെ പ്രധാനമുള്ളതാണ്. അതിമനോഹരമായ ശില്പകലകളാണ് ഈ ഗുഹകളിലെല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനമുള്ളത് കൈലാസ ക്ഷേത്രമായ കേവ്സ് 16 യെല്ലോറയിലെ ഏറ്റവും പ്രധാന ആകർഷണം ഇതാണ്. സാധാരണ കെട്ടിടങ്ങൾ അടിത്തറയിൽ നിന്നും മുകളിലേക്ക് പണിയുമ്പോൾ കൈലാസ ക്ഷേത്രം ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് കൊത്തിയെടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. തച്ചന്മാരുടെ അതിശയകരമായ കണക്കുകൂട്ടലുകൾ സിമൻറ്റോ അറ്റാച്ചോ ചെയ്ത് മറ്റ് കല്ലുകളോ ഇല്ലാതെ ഒറ്റ വലിയ പാറക്കല്ലിലാണ് പൂർണ്ണമായും ഈ ക്ഷേത്രം കൊത്തിയെടുത്തിരിക്കുന്നത്. ഈ ക്ഷേത്രം കൊത്തിയെടുക്കുവാൻ ഏകദേശം 2 ലക്ഷം ടൺ പാറ നീക്കം ചെയ്തു എന്ന് കണക്കാക്കപ്പെടുന്നു. ശിവൻ്റെ കൈലാസപർവ്വതം ഉയർത്തിപ്പിടിക്കുന്ന ആനകളുടെ ശില്പങ്ങളും രാമായണം, മഹാഭാരത കഥാസന്ദർഭങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ശില്പകലകളുടെയും എഞ്ചിനീയറിങ്ങുകളുടെയും പരമോന്നത മാതൃകയായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. 1983-ലാണ് യുനെസ്കോ ഇതിന് ലോക പൈതൃക പദവി നൽകിയത്. പുരാതന ഇന്ത്യയിലെ സാങ്കേതിക വൈദഗ്ധ്യം, കലാബോധം എന്നിവ നേരിട്ടറിയാൻ യെല്ലോറ സന്ദർശനം വളരെ മികച്ച ഒരു അനുഭവമായിരിക്കും. ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നോക്കുമ്പോൾ പല സമയങ്ങളിലായിട്ട് ഇതിനെ ആക്രമണങ്ങൾക്കിരയായിട്ടുണ്ട്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് തൻ്റെ തീവ്രമായ മതവിശ്വാസങ്ങളുടെയും വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള നയങ്ങളുടെയും ഭാഗമായി ഇന്ത്യയിലെ നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കുകയും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കങ്ങൾക്കായി പ്രദേശത്തെ ഏറ്റവും വലിയ സാംസ്കാരിക മത പൈതൃകമായിട്ടുണ്ടായിരുന്ന യെല്ലോറയിലെ കൈലാസ ക്ഷേത്രം പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവുമായിരുന്നു. ഇതിനായി 1682-ൽ അദ്ദേഹം ആയിരക്കണക്കിന് തൊഴിലാളികളെ നിയോഗിച്ചതായി പറയപ്പെടുന്നു. 3 വർഷത്തോളം തുടർച്ചയായി ശ്രമിച്ചിട്ടും ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും തകർക്കുവാൻ ഔറംഗസേബിൻ്റെ സൈന്യത്തിന് സാധിച്ചില്ല. ഒടുവിൽ ഈ ശ്രമം ഉപേക്ഷിച്ച് അവർക്ക് പിന്മാറേണ്ടി വന്നു. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഘടനയ്ക്ക് മാറ്റമൊന്നും വരുത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ചില മനോഹര ശില്പങ്ങളുടെ എല്ലാം മുഖങ്ങളും കൈകളും അവർ അടിച്ചു തകർത്തു. അതെല്ലാം കൂടുതലും വികൃതമാക്കുവാൻ അവർ ശ്രമിച്ചു. പല വിഗ്രഹങ്ങളും വികൃതമാക്കപ്പെട്ടു. ഔറംഗസേബിൻ്റെ ആക്രമണത്തിന് പുറമെ നൂറ്റാണ്ടുകളായുള്ള പ്രകൃതിക്ഷോഭങ്ങളും കൃത്യമായ പരിചരണമില്ലാതെയും എല്ലാത്തുമൊക്കെ യെല്ലോറയിൽ ചുവച്ചിത്രങ്ങൾക്കും ശില്പങ്ങൾക്കും കേടുവരുത്തിയതായിട്ടും പറയപ്പെടുന്നുണ്ട്.
കൈലാസ ക്ഷേത്രം നിർമ്മിച്ചിരുന്നത് കല്ലുകൾ ഒന്നിനുമേൽ ഒന്നായി വെച്ചായിരുന്നില്ല. ഒരു കൂറ്റൻ അഗ്നിപർവ്വത പാറ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കുത്തിയെടുത്തതായിരുന്നു. തൂണുകളും ഭിത്തികളുമെല്ലാം ഭൂമിയുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരൊറ്റ പാറയായതിനാൽ അന്നത്തെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇത് തകർക്കുക അസാധ്യമായിരുന്നു. ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ അത്ഭുതം സുരക്ഷിതമായി നിലകൊള്ളുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഇവിടുത്തെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് നോക്കിയാൽ, ഇവിടുത്തെ പ്രവർത്തന സമയം രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും എല്ലോറ കേവ്സുകൾ അടഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ എൻട്രി ഫീസുകളൊക്കെ ഉള്ളതാണ്. 15 വയസ്സിന് താഴേക്കുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യവുമാണ്. ഗുഹകൾ കാണാൻ ധാരാളം നടക്കേണ്ടതുള്ളതിനാൽ തന്നെ സുഖകരമായ ഷൂസോ അല്ലെങ്കിൽ അയഞ്ഞ വസ്തുക്കളും ഒക്കെ ധരിക്കുന്നതായിരിക്കും ഏവർക്കും ഉചിതമായിട്ടുണ്ടാവുക. വേനൽക്കാലങ്ങളിലൊക്കെ തൊപ്പിയും കൂടെയും ഒക്കെ കരുതുന്നത് നല്ലതാണ്. വെള്ളവും കോംപ്ലക്സിൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണശാലകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ കുടിവെള്ളവും ലഘുഭക്ഷണങ്ങളൊക്കെ കൈക്കിടുന്നതൊക്കെ നല്ലതാണ്. വിശാലമായ ഈ സമുച്ചയത്തിൽ വിവിധ ഗുഹാ ഗ്രൂപ്പുകളിലേക്ക് സഞ്ചരിക്കാൻ ചെറിയ ഷട്ടിൽ ബസ്സുകളൊക്കെ ചെറിയതായിട്ട് അവൈലബിൾ ഉണ്ട്. എങ്കിലും കൂടുതൽ സ്ഥലങ്ങൾ നമ്മൾ നടന്ന് കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കിയാൽ, ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് ഛത്രപതി സംഭാജി നഗർ എയർപോർട്ട്. അതായത് ഏകദേശം 35 കിലോമീറ്റർ ദൂരമാണ് ഛത്രപതി സംഭാജി നഗർ എയർപോർട്ടിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ളത്. മുംബൈ, ഡൽഹി തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് വിമാന സർവീസുകളൊക്കെ ഉള്ളതാണ്. റെയിൽവേ സ്റ്റേഷനാണ് നോക്കുന്നതെങ്കിൽ ഛത്രപതി സംഭാജി റെയിൽവേ സ്റ്റേഷനാണ് അടുത്ത്. ഏകദേശം 30 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ദൂരം. ടാക്സിയും ബസ്സുമൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അവൈലബിൾ ആണ്. റോഡ് മാർഗമാണെങ്കിൽ ഛത്രപതി സംഭാജി നഗർ കേന്ദ്ര ബസ് സ്റ്റാൻഡിൽ നിന്നും, അതായത് CBS ബസ് സ്റ്റാൻഡിൽ നിന്നും, അതായത് എല്ലോറയിലേക്ക്, അതായത് വെരൂളിലേക്ക് പതിവായി MSRTC ബസ്സുകളും ടാക്സികളും ഓട്ടോറിക്ഷകളും ഒക്കെ ഒരുപാട് ലഭ്യമാണ്. മുംബൈയിൽ നിന്നാണെങ്കിൽ ഏകദേശം 300 കിലോമീറ്റർ ദൂരവും പൂനെയിൽ നിന്നാണെങ്കിൽ 250 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് സാധനാപഥത്തിനൊപ്പം വളരെ പ്രശസ്തമായിട്ടുള്ള നമുക്ക് ഗുഹാ സമുച്ചയമായ എല്ലോറ കേവ്സ് നമുക്ക് കാണാം, ആസ്വദിക്കാം. ഏവർക്കും സാധനാപഥത്തിനൊപ്പം ഈ ഒരു യാത്രയിലേക്ക് അല്ലെങ്കിൽ എല്ലോറ കേവ്സ് കാണുന്നതിനായിട്ട് സ്വാഗതം.